ഓം ശാന്തി. ഞാൻ മനസ്സിനെ എൻ്റെ സത്യസ്വരൂപത്തിൽ ഏകാഗ്രമാക്കുന്നു. ഞാൻ ഒരു ചെറിയ നക്ഷത്രത്തിന് സമാനമാണ്. ദേഹത്തിൽ നിന്നും വേറെയാണ്. ശാന്തിയുടെയും ശക്തിയുടെയും സ്വരൂപമാണ്. മനസ്സിൽ സുപ്രീം സ്റ്റാർ സർവശക്തിവാൻ ശിവബാബയുടെ ശക്തിശാലി ഓർമ്മയുണ്ടാകുന്നു. മനസ്സ് പരമധാമത്തിലിരിക്കുന്ന സുപ്രീം പ്രകാശ സ്വരൂപ ശിവബാബയുടെ മേലെ സ്ഥിരമാക്കുന്നു. സർവശക്തിവാൻ ശിവബാബ പവിത്രതയുടെയും ശക്തികളുടെയും സൂര്യനാണ്. ബാബയുടെ ദിവ്യ കിരണങ്ങൾ ഞാൻ ആത്മാവിലേക്ക് വർഷിക്കപ്പെടുന്നു. കിരണങ്ങളിലൂടെ യോഗാഗ്നി പ്രജ്വലിതമാകുന്നു. യോഗാഗ്നിയിൽ തപിച്ച് ഞാൻ ആത്മാവിലെ വികാരങ്ങൾ ഓരോന്നോരോന്നായി പുറന്തള്ളപ്പെടുന്നു. ജന്മജന്മങ്ങളിലായി ആത്മാവിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വികാരങ്ങളുടെ കറ ഓരോന്നോരോന്നായി ഇളകിപ്പോകുന്നു. യോഗാഗ്നിയിൽ തപിച്ച് വികാരങ്ങളുടെ മുഴുവൻ കറയും ഇളകിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ആത്മാ വീണ്ടും ശുദ്ധവും നിർമ്മലവും പാവനവുമായിത്തീരുന്നു. ഇപ്പോൾ ഞാൻ ആത്മാ സർവകാമനാജീതാകുന്നു. എന്നിൽ ഇപ്പോൾ കേവലം ശാന്തിയാണ്, ശക്തിയാണ്, പവിത്രതയാണ്, സ്നേഹമാണ്. ഞാൻ ആത്മാ സർവവികാരങ്ങളിൽ നിന്നും മുക്തമാണ്, സദാ യോഗയുക്തമാണ്. ഞാൻ ബാബയിൽ നിന്നും പൂർണ്ണ സമ്പത്തെടുക്കുന്നു, യോഗബലത്തെ വർദ്ധിപ്പിക്കുന്നു. ഞാൻ എൻ്റെ യഥാർത്ഥമായ ധർമ്മത്തെ മറന്നതു കാരണം ഭ്രഷ്ടമായിരിക്കുന്നു. ബാബ സത്യധർമ്മത്തിൻ്റെ തിരിച്ചറിവുണ്ടാക്കുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തോട് ചോദിക്കുന്നു, ഞാൻ എത്രത്തോളം പുണ്യാത്മാവായിട്ടുണ്ട്? ബാബ 5000 വർഷത്തിൽ മുമ്പത്തേതുപോലെ എന്നെ പഠിപ്പിക്കുന്നു. ഞാൻ കൽപ്പകൽപ്പം പാവനമാകുന്നു, പിന്നെ പതിതമാകുന്നു. ബാബ മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. ബാബയിൽ മുഴുവൻ ജ്ഞാനവുമുണ്ട്. ഞാൻ ദേവതയായിരുന്നു, പിന്നീട് മനുഷ്യനായി, ഇപ്പോൾ വീണ്ടും ദേവതയാകുന്നു. ബാബയിലൂടെ ഞാൻ യാചകനിൽ നിന്നും രാജകുമാരനായി മാറുകയാണ്. ബാബ പറയുന്നു, അല്ലയോ പതിതമായ ആത്മാവേ, അച്ഛനായ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളിലെ ക്ലാവില്ലാതാകും. ഈ യോഗാഗ്നിയിലൂടെ പാപക്കറ ഭസ്മമാകുന്നു. ഈ അന്തിമ ജന്മത്തിൽ പവിത്രമാകണം.
കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും നടക്കുമ്പോഴും കറങ്ങുമ്പോഴും മനസ്സുകൊണ്ട് എല്ലാ ആത്മാക്കളുടെയും പ്രിയതമനെ ഓർമ്മിക്കുന്നു. കർമ്മം ചെയ്തുകൊണ്ട് ബുദ്ധി കൊണ്ട് ബാബയെ ഓർമ്മിക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ആരാണോ കൂടുതൽ ഓർമ്മിക്കുന്നത് അവർ പാവനമായി മാറി ബാബയുടെ കഴുത്തിലെ മാലയാകുന്നു. പുണ്യാത്മാവാകുന്നതിന് പൂർണ്ണമായ പുരുഷാർത്ഥം ചെയ്യുന്നു. ദേഹാഭിമാനത്തെ ഉപേക്ഷിച്ച് ദേഹി അഭിമാനിയാകുന്നു. ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. തന്റെ ബുദ്ധിയാകുന്ന നേത്രത്തെ ക്ലീനും ശ്രദ്ധാലുവുമാക്കി വെക്കുന്ന മാസ്റ്റർ നോളജ് ഫുള്ളും പവർഫുള്ളുമാകുന്നു. മായയിലൂടെ വരാൻ പോകുന്ന സമസ്യകളെ തിരിച്ചറിഞ്ഞ് പദവിയോടെ പാസ്സാകുന്നതിനു വേണ്ടി ബുദ്ധിയാകുന്ന നേത്രത്തെ ക്ലിയറാക്കുന്നു. ഒപ്പം ശ്രദ്ധാലുക്കളായിരിക്കുന്നു. ദിനം പ്രതി ഓർമ്മയുടെയും സൈലൻസിന്റെയും ശക്തിയെ വർദ്ധിപ്പിക്കുന്നു. മാസ്റ്റർ നോളജ്ഫുള്ളാകുന്നു, പവർഫുള്ളാകുന്നു. പവിത്രതയാണ് നവീനത. അതാണ് ജ്ഞാനത്തിന്റെ അടിത്തറ. ഓം ശാന്തി.